നമസ്കാരം. എന്താ? പെണ്ണ് കാണിക്കാൻ ഒരു പയ്യനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നല്ലോ, കൊണ്ടുവന്നിട്ടുണ്ട്. വരൂ. ആയിക്കോട്ടെ. വരൂ, കല്യാണ ചെവി മനസ്സിൽ ധ്യാനിച്ചു വരൂ. വരൂ വരൂ, ഇരിക്കൂ. അമ്മം വീടാണല്ലോ. ഹരികൃഷ്ണ, നിന്റെ ഭാഗ്യം കുഠിരിൽ നിന്നും കൊട്ടാരത്തിലേക്ക്. അതൊക്കെ അവർക്ക് എന്നെ പിടിച്ചാലേ ഉള്ളൂ. പിടിക്കുമടാ, അല്ലെങ്കിൽ ഞങ്ങ പിടിപ്പിക്കും. ഇത് ഏതാണ്ട് ഉറച്ചമട്ടാണെന്നേ. അതെന്താ, പെണ്ണ് വികലാംഗയാണോ? എല്ലാ പാർട്സും ഓക്കെയാണ്. നല്ല തങ്കപ്പെട്ട സ്വഭാവം. ഇയാളെക്കാളും സ്വല്പം നിറം കുറവാണെന്ന് മാത്രം. അതെന്താ, പെണ്ണ് നീഗ്രഹമാണോ? ഇതാണ് പെണ്ണിന്റെ അമ്മ. നമസ്കാരം. ആസ് വെൽ ആസ് ഇത് ഹരി, എന്റെ ക്ലോസ് ഫ്രണ്ടാ. ഞാൻ മണവാളൻ. മോളെ വിളിക്കാൻ ഞാൻ. ആ സ്ത്രീ എനിക്കറിയാം, ബോംബെ റെഡ് സ്ട്രീറ്റിലുള്ളതാ. പറഞ്ഞ കുളോക്കണ്ടാ. നമുക്ക് നമ്മുടെ കാശ് നോക്കിൽ ഈ കല്യാണം നടന്നേ പറ്റൂ. ഇവൻ തന്റെ ഒട്ടപ്പറന്നൊന്നും എന്താ ഒരു സ്വകാര്യം. അമ്മയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതാ. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? നല്ല തറവാട്ടുകാരാ, ദാനധർമ്മികളാ. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. ആ നടുക്കിരിക്കുന്ന ആളാ മണവാളൻ. ഒന്ന് പോന്നേ. എനിക്കൊന്നും വേണ്ട ചെക്കനെ. എന്താ, നമുക്കും ഇല്ലേ മോളെ കുറവുകള്? അവന്റെ മുഖം ഇത്തിരി കോടിയിരിക്കുന്നു പറഞ്ഞു. ഇത് തന്നെ അമ്മ 10 ലക്ഷം ഓഫർ ചെയ്തിട്ട് കിട്ടിയതാ. ചുമ്മാ കൂടെ കൊണ്ട് ഇടക്ക ഇവൻ തന്നെ ധാരാളാ. മോള് ചെല്ല്. ദാ. കഴിക്ക്. നമ്മള് തമ്മിൽ കഴിക്കൂ, ജിലേബി ലഡു കഴിക്കൂ. പെണ്ണിനോട് എന്തെങ്കിലും സംസാരിക്കൂ. എനിക്കൊന്നും സംസാരിക്കാനില്ല. നിനക്ക് പെണ്ണിനെ പിടിച്ചില്ലേ? എന്റെ ഇഷ്ടത്തിനല്ലല്ലോ ഇതൊക്കെ. നിങ്ങക്ക് വേണ്ടിട്ടല്ലേ കല്യാണം. ആ പെണ്ണെന്താ കുറവ്? എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. എന്ന് നിങ്ങൾ പോയി സംസാരിക്കേ. വൈഷുട്ടായി, ഞാൻ സംസാരിക്കൂടാ. എന്താ പേര്? നീലാംബരി. നല്ല പേര്. അതെ, എന്തു ചെയ്യുന്നു? അമ്മയെ സഹായിക്കുന്നു. ബൈ ദ ബൈ, എന്താ ഹോബീസ്? ഐ മീൻ, ഒഴിവു സമയങ്ങളെങ്കിൽ ചിലവഴിക്കുന്നു? ഒഴിവ് സമയം കിട്ടാറില്ല. ഈ കല്യാണം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു.